ഈ മാസം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് വേറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചോദിച്ച് മേടിക്കുക. ഇത് ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ഏതാ മോഡൽ വരുന്നത്? 2023 മോഡൽ. വേരിയന്റ് എസ് വേരിയന്റ്. മാനുവൽ ഓട്ടോമാറ്റിക്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 31,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് എല്ലാം ഉള്ളതാണ്. മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും? ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര വരുന്നത്? ഇതിന് 6 മന്ത് വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലവിലെല്ലാം വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി i20 ആണ്. ഞാനും നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന നമ്മുടെ പോപ്പുലർ കാർ ഡീലേഴ്സിന്റെ കാർ ട്രെൻഡ്സ്. ഇവിടെ ഇപ്പൊ നിലവിൽ എല്ലാവിധ കമ്പനികളുടെ വണ്ടികളില്ല, മൾട്ടി ബ്രാൻഡ് ആണല്ലേ. നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 240 മുതൽ 10 lakhs വരെയാണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ലെവലിലുള്ള ക്വാളിറ്റി വെഹിക്കിൾസ്. വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വാറന്റി ഉണ്ട്. വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. മാരുതി വാഹനമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതൊരു യൂസ്ഡ് കാർ ഷോറൂം മാത്രമല്ല, വാഹന സംബന്ധമായിട്ടുള്ള എന്തിനും നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഷോറൂം. അവിടെ എന്തൊക്കെ സർവീസ് ഉള്ളത്? ഇവിടെ നമുക്ക് മൾട്ടി ബ്രാൻഡ് ഷോറൂം, മൾട്ടി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്കുണ്ട്. ഒരു വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അതിന് സകലമായ കാര്യങ്ങളും ചെയ്യാം. അപ്പം സർവീസ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, ഡെന്റിങ് ഉണ്ട്, പിന്നെ പോളിഷിങ്, പിന്നെ വാസ് ഉണ്ട്. അഡീഷണൽ നമുക്ക് അണ്ടർ ബോഡി കോട്ടിംഗ്, സെൻസർ, അതായത് ഒരു വണ്ടി സമുദായ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പോരാത്തതിന് പേപ്പർ വർക്കും ഉണ്ട്. ഫാസ്റ്റാഗ് അടക്കം ഇവിടെ ചെയ്തെടുക്കൂല്ലേ? അപ്പൊ നമുക്ക് വാഹന സംബന്ധമായിട്ട് അത് യൂസർ എടുക്കാനും നമുക്ക് ഈ ഷോറൂമിലേക്ക് വരാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാം അല്ലേ? ഈ ഒരു മാസം ഒരുപാട് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യണം. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഷോറൂമിൽ ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ്, ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഈ മാസം ഓഫർ വരുന്നത് 10,000 രൂപയുടെ ആക്സസറീസ് പാക്കേജ് ആണ് വരുന്നത്. അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഹൈബ്രിഡ് സെറാമിക് ചെയ്യാൻ പറ്റും, അണ്ടർ ബോഡി കോട്ടിംഗ്, സൈലൻസർ കോട്ടിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ കൂളിംഗ് ഫിലിം ചെയ്യാൻ പറ്റും. അതായത് 10,000 രൂപയുടെ ഉള്ളിൽ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ പറ്റും. നമുക്ക് അതായത് വണ്ടി എടുക്കുന്ന ആൾക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ എന്തായാലും ഇവിടേക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരും. ലൊക്കേഷൻ കറക്റ്റ് എവിടെ വരുന്നത്? നമ്മളിവിടെ തിരുവാങ്കുളത്ത് വരുന്നത്, അതായത് തൃപ്പൂണിത്തുറ ഭാരത് പെട്രോളിയം പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ്. തിരുവാങ്കുളത്താണ് കറക്റ്റ് ലൊക്കേഷൻ. തിരുവാങ്കുളം എന്നാണല്ലേ? അപ്പൊ മെയിൻ ഹൈവേയിൽ തന്നെയാണ്. വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരെ. ലോങ് ഒന്ന് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇവരെ കോൺടാക്ട് ഉള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നത്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും ഈ മാസം സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. ഇത് ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ഏതാ മോഡൽ വരുന്നത്? 2023 മോഡലാണ് വരുന്നത്. ഏതാ വേരിയന്റ്? ഏതാ? EX വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 34,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10 lakh ആണ് വരുന്നത്. 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? ചെറിയ എന്തെങ്കിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ മേജർ ആക്സിഡന്റ്, കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10 lakh. 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇത് ടാറ്റ കമ്പനിയുടെ നെക്സോൺ. ഏതാ മോഡൽ വരുന്നത്? 2023 മോഡൽ. വേരിയന്റ്? SMA വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പിൽ വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 26,000 കിലോമീറ്റർ. കമ്പനി സർവീസും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 775 ആണ്. ആസ്കിംഗ് പ്രൈസ് 775. ഹോണ്ട കമ്പനിയുടെ അമേസ്. ഏതാ മോഡല്? ഇത് 2021 മോഡൽ. വേരിയന്റ് ഏതാ? എസ് വേരിയന്റ്. മാനുവൽ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 26,000 കിലോമീറ്റർ. വെറും 26,000. കമ്പനി സർവീസ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ് പറയണത്. ഏതാ വേരിയന്റ്? ഏതാണ്? എസ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഒക്കെ ഫുൾ ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 690 ആണ്. 6,90,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ? ഇത് മാരുതി സുസുക്കിയുടെ ഡിസയർ അല്ലേ? ഏത് മോഡല്? 2022 മോഡൽ. 22. ഏത് വേരിയന്റ്? ഏതാ? VXI വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 28,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. കമ്പനി സർവീസും എല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും? അഡീഷണൽ വാറന്റി കൊടുക്കാം. അഡീഷണൽ 1 year വാറന്റി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ്. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 710. 7,10,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ ഇതിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം ലോൺ ചെയ്യാം. ഡൗൺ പേയ്മെന്റ് 50 ഇറക്കാൻ പറ്റും? 50 to 80 ആ റേഞ്ച് ഇറക്കാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അത് ഓട്ടോമാറ്റിക്. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വാഹനമാണ്. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. ഏതാ വേരിയന്റ്? ZXi. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ. ടോപ്പിന്റെ തൊട്ട് താഴെ വേരിയന്റ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 47,000 കിലോമീറ്റർ ഓടിയാണ്. എത്രയാണ്? സെക്കൻഡ് ഓണർ വരുന്നത്. 47,000 കിലോമീറ്റർ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററിയിലുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 615 വരുന്നത്. 6,15,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയ മാത്രം മതി അല്ലേ? ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ, അത് ഓട്ടോമാറ്റിക് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ വരുന്നത്. വേരിയന്റ് ഏതാ? STA വേരിയന്റ്. ഓട്ടോമാറ്റിക്. പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 31,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ്
എല്ലാം ഉള്ളതാണ്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 540 വരുന്നത്. 540. മാക്സിമം നമുക്ക് ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്, ഓഫേഴ്സ് വേറെ ഉണ്ട്. ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൂസർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ വരുന്നത്. ഓണർഷിപ്പോ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏത് വേരിയന്റ് ഏതാണ്? ഇത് ഹൈ വേരിയന്റ് വരുന്നത്. ഹൈ വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക്. കമ്പനി സർവീസും കാണാൻ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ ഓടി. 46,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി വെഹിക്കിൾ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 940 ആണ് വരുന്നത്. 9,40,000 രൂപ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഓഫേഴ്സ് വേറെ ഉണ്ട്. ഇതൊരു ഫാമിലി സെഗ്മെന്റ് വാഹനമാണല്ലേ? ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ വരുന്നത്. 19 മോഡൽ. വേരിയന്റ് ഏതാണ്? സ്പോർട്സ് വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 28,000 കിലോമീറ്റർ ഓടി. 28,000. പെട്രോൾ ഓട്ടോമാറ്റിക്. കമ്പനി സർവീസ് കാണാനും പക്കയല്ലേ? എല്ലാം പക്കയാണ്. ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറ്റിയ വാഹനല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 560 വരുന്നത്. 5,60,000 രൂപ. മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? നമ്മുടെ അടുത്ത് ഇപ്രാവശ്യം ഒരുപാട് ഓട്ടോമാറ്റിക് കാറുകൾ ഉണ്ടല്ലേ? ഒരു സെക്ഷൻ മൊത്തം ഓട്ടോമാറ്റിക്, ഒരു സെക്ഷൻ മൊത്തം മാനുവൽ അല്ലേ? ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഏത് മോഡല്? 2023 മോഡൽ. 23 മോഡൽ. വേരിയന്റ് സ്പോർട്സ് ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 20,000 കിലോമീറ്റർ ഓടിയാണ്. കമ്പനി സർവീസ് കാണാൻ പക്കയല്ലേ? കമ്പനി സർവീസ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 665 ആണ് വരുന്നത്. 665. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ ബിഗ് വാഗനർ അല്ലേ? ഈ വാഗനർ ഏത് മോഡൽ വരുന്നത്? 2020 മോഡൽ വരുന്നത്. 20 മോഡൽ. വേരിയന്റ് VXI വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ. 1200 cc ആണ്. 1200 cc. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ. കമ്പനി സർവീസ് കാണാനല്ലേ? പക്ക സർവീസ് ആണല്ലേ? ഓക്കെ. ഇതില് 4-door പവർ വിൻഡോ, ABS എയർബാഗ് കാണാനൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 515 ആണ്. ആസ്കിംഗ് പ്രൈസ് 5,15,000 രൂപ. ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര വരുന്നത്? ഇതിന് 6 month വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ്. ഒരു ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് വണ്ടി ഇറക്കാൻ പറ്റും. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം. 7 സീറ്റർ വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി എർട്ടിഗ അല്ലേ? നമ്മുടെ നല്ലൊരു ക്വാളിറ്റി പീസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏതാ ഈ എർട്ടിഗ മോഡൽ വരുന്നത്? 2019 മോഡൽ. 19 മോഡൽ. ഏത് വേരിയന്റ് ഏതാ? ഈ ZXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത്. ZXA പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 50,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും കാണാനും കമ്പനി സർവീസിലുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലവിലെല്ലാം വരുന്ന വാഹനമാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 875 ആണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര വരുന്നത്? 6 month വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. 3 ഫ്രീ സർവീസും കൊടുക്കാം. ഇത് ടാറ്റ കമ്പനിയുടെ നെക്സോൺ. ഏത് മോഡൽ വരുന്നത്? 2019 മോഡൽ വരുന്നത്. 19 മോഡൽ. വേരിയന്റ് SM വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 62,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ. 62,000 കിലോമീറ്റർ. കമ്പനി സർവീസും എല്ലാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 525 വരുന്നത്. 5,25,000 രൂപ അല്ലേ? നമുക്ക് ഈ മാസം എടുക്കുകയാണെങ്കിൽ ഇവര് മുന്നേ പറഞ്ഞ 10,000 രൂപയുടെ അക്സസറീസ് ഓഫേഴ്സ് ഞങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഈക്കോ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അങ്ങനെയൊന്നും കിട്ടാറില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുതിയതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ഈക്കോ വന്നിട്ടുണ്ടല്ലേ? ഈ ഈക്കോ ഏത് മോഡൽ വരുന്നത്? 2024 മോഡൽ. 24 മോഡൽ. ആകെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്ക് പഴക്കം വരുന്നുള്ളൂ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഏതാ? 5 സീറ്റർ ആണോ? 5 സീറ്റർ AC ആണ് വരുന്നത് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 22,000 കിലോമീറ്റർ ഓടിയാണ്. 22,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം എന്ന് വേണം പറയാൻ. സീറ്റ് കവേഴ്സ് അഡീഷണൽ ചെയ്തല്ലേ? എല്ലാം അഡീഷണൽ ചെയ്തതാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 520 ആണ്. ആസ്കിംഗ് പ്രൈസ് 5,20,000 രൂപ. ഇതിൽ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ വാറന്റി വരും? 1 year വാറന്റി, 3 ഫ്രീ സർവീസും. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാം. മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ ഇന്ത്യയിൽ പോവാ അല്ലേ? ഹ്യുണ്ടായിയുടെ i20 ഓൾഡ് ഫേസ് അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2013 മോഡലാണ് വരുന്നത്. ഏത് വേരിയന്റ്? മാഗ്ന വേരിയന്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വരുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടി? 44,000 കിലോമീറ്റർ ഓടി. 44,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 310 ആണ്. ആസ്കിംഗ് പ്രൈസ് 3,10,000 രൂപ. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി i20 ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റുമത്? ലോൺ ചെയ്യാം. നമുക്ക് മാക്സിമം 28 മാസം ലോൺ ചെയ്യാം. 28 മാസം വരെ ലോൺ ചെയ്യാം. ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ്. ഏത് മോഡൽ വരുന്നത്? 2013 മോഡലാണ് വരുന്നത്. വേരിയന്റ്? ജി വേരിയന്റ്. പെട്രോൾ ഡീസലാ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടി? 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. അപ്പൊ കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ടാവില്ലേ?
വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 365 വരുന്നത്. 3,67,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഈ മാസം എടുക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ ഓഫേഴ്സ് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഹ്യുണ്ടായുടെ ഏതാണ്? സാൻഡ്രോ വരുന്നത്. സാൻഡ്രോ ലാസ്റ്റ് വയസ്സിൽ വരുന്ന വാഹനമല്ലേ? മോഡല് 2019 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 37,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ? സിംഗിൾ ഓണർ അല്ലേ? കമ്പനി സർവീസും എല്ലാ കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പക്കയാണ്. മാക്സിമം എല്ലാ വാഹനങ്ങളും സർട്ടിഫൈഡ് വാഹനങ്ങളാണ്. തിരിക്കാൻ മറിക്കാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. കിലോമീറ്റർ അല്ലേ? ജെനുവിൻ അല്ലേ? ഓക്കെ. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 355 ആസ്കിംഗ് പ്രൈസ്. ഇത് മാരുതി സുസുക്കിയുടെ വാഗനർ. ഏത് മോഡൽ വരുന്നത്? ഇത് 2017 മോഡലാണ് വരുന്നത്. വേരിയന്റ് VXA വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 66,000 കിലോമീറ്റർ ഓടിയാണ്. 66,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസും ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഇത് 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് വേണ്ടത് ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 395 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 395. ഈ മാസം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10,000 രൂപയുടെ അക്സസറീസ് ഓഫർ ഒക്കെ തരുന്നുണ്ട്. ഇത് ഹ്യുണ്ടായുടെ സാൻഡ്രോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. 19 മോഡൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ വണ്ടി. ഏതാ വേരിയന്റ്? എറ വേരിയന്റ്. സിംഗിൾ ഓണർ. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? 35,000 കിലോമീറ്റർ ഓടിയാണ്. 35,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഒന്നുമില്ല. കണ്ടീഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസോ? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 355 ആസ്കിംഗ് പ്രൈസ്. 3,57,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് ഹ്യുണ്ടായുടെ i20 അല്ലേ? ഏറ്റവും പുതിയ ഫേസിൽ വരുന്ന വാഹനല്ലേ? ഏത് മോഡൽ വരുന്നത്? 2021 മോഡൽ. വേരിയന്റ്? സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സും സ്പോർട്സ് ഉണ്ടല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 50,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും കാണാൻ പക്ക. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 655 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 655. ഈ മാസം എടുക്കുമ്പോൾ 10,000 രൂപയുടെ അക്സസറീസും കാണാനൊക്കെ ഓഫർ ആയിട്ട് തരുന്നുണ്ട്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഏത് മോഡൽ വരുന്നത്? 2018 മോഡൽ വരുന്നത്. VXA ആണോ? VXA വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 68,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും കാണാൻ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി നിലവിലില്ല അല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 545 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 5,47,000 രൂപ. ഈ സെല്ലിയർ ഏതാ മോഡൽ വരുന്നത്? 2022 മോഡലാണ്. വേരിയന്റ്? ZXA വേരിയന്റ്. ടോപ്പിന്റെ തൊട്ട് താഴെ. ഓട്ടോമാറ്റിക്കാ മാനുവൽ? പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 10,000 കിലോമീറ്റർ ഓടി. വെറും 10,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ അല്ലേ? കമ്പനി സർവീസ് കാണാൻ പക്കയായിട്ടുള്ള വാഹനമാണ്. നമുക്ക് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസും പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന സെലറിയാണ്. മാക്സിമം നമുക്ക് ഈ മാസം എടുക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ അഡീഷണൽ എക്സസറീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ വരുന്നത്. വേരിയന്റ് ഏതാ? XZ വേരിയന്റ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 37,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. ഈ പറഞ്ഞ കിലോമീറ്റർ കമ്പനി സർവീസും വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ടാറ്റ വണ്ടികളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 410 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 4,10,000 രൂപ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാരുതിയുടെ ഓൾട്ടോ 800 നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2015 മോഡലാണ് വരുന്നത്. 15 മോഡൽ ഓൾട്ടോ 800. വേരിയന്റ്? LXA വരുന്നത്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ ഓടിയാണ്. 46,000. മൈലേജ് നോക്കുമ്പോൾ അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ല വാഹനങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതില്. പറഞ്ഞ കിലോമീറ്റർ കാണാനും പക്കയല്ലേ? വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,40,000. 2,40,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? മാക്സിമം ലോൺ ചെയ്യാം അല്ലേ? മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡലാണ് വരുന്നത്. 20. വേരിയന്റ് ഏതാ? LXA വേരിയന്റ്. LXA. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 28,000 കിലോമീറ്റർ ഓടിയാണ്. 28,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഓൾട്ടോ 800 ആണ്. ഇതില് ABS, എയർബാഗ്, പാർക്കിംഗ് സെൻസറും കാണാൻ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 315 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ മാസം എടുക്കുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാണാൻ തരാമെന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ചു മേടിക്കുക. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? എറണാകുളം തിരുവാങ്കുളത്താണ് ലൊക്കേഷൻ വരുന്നത്.